നമസ്കാരം. SP ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ കാലത്തിന് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു സിനിമയാണ് പറക്കും തളിക. ഈ പറക്കും തളികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കുടുംബസ്വത്തായി ഒരു സ്വകാര്യ ബസ് ലഭിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളായിരുന്നു സത്യത്തിൽ ആ സിനിമയുടെ ഇതിവൃത്തം. വളരെ കോമഡി ഒക്കെ കലർത്തി തമാശ രൂപേണയെങ്കിൽ പോലും അത് എവിടെയൊക്കെ കൊള്ളുന്ന രീതിയിലാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനുമേറെ വർഷങ്ങൾക്ക് മുൻപാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തെത്തുന്നത്. ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് ആ പണവുമായി തിരികെ എത്തി നാട്ടിൽ വന്ന് ഒരു സ്വകാര്യ ബസ് വാങ്ങി, റൂട്ട് ബസ് വാങ്ങുന്നു. ആ റൂട്ട് ബസ് ഓടിച്ച് ജീവനോപാധി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എത്തുന്ന നിരവധി കഥാപാത്രങ്ങൾ വേറെയും ആ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാം. അങ്ങനെ ഒടുവിൽ താൻ ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ ആരംഭിച്ച ആ ബസ് ഒടുവിൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത്. ഈ പറക്കും തളിക എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് നമ്മളെത്തുമ്പോൾ അത് തന്നെ കുറച്ചുകൂടി മറ്റൊരു തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബ ഷെയറായിട്ട് കിട്ടുന്ന, അതും പൊളിഞ്ഞ് തുടങ്ങിയ ഒരു ബസ് ആണ്, നശിച്ചു തുടങ്ങിയ ഒരു ബസ്. ആ ബസ് റൂട്ടിൽ ഓടാനും കൊള്ളില്ല, ഒന്നിനും കൊള്ളാത്ത ഒരു ബസ്. ആ ബസ് മൂലം അതിനകത്തുണ്ടാകുന്ന ചില കാര്യങ്ങളുമൊക്കെയാണ് ആ സിനിമയുടെ ഇതിവൃത്തമായി വരുന്നത്. എന്തുകൊണ്ടാണിത് ആമുഖമായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ സാറ് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ട്. അതായത് ഇന്ന് നമ്മളുടെ സ്വകാര്യ ബസ്സുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ കുറച്ച് ചെറുപ്പക്കാർ ബസ് ജീവനക്കാർ അവരൊരു ബോക്സിനുള്ളിൽ കുറച്ച് അച്ചപ്പം കവറുകളിലാക്കി കൊണ്ടുവന്നിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രതിഷേധമാണ് അവരുടേത്. കാരണം ജോൺ സാറ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്താണ് ടിക്കറ്റ് ഇതര വരുമാനം എന്ന് ചോദിച്ചാൽ, പരസ്യങ്ങൾ പതിക്കാം ബസ്സിനുള്ളിൽ. ശരിയാണ്, ബസ്സിനുള്ളിൽ ചില പരസ്യങ്ങളൊക്കെ ഉണ്ടാകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ തുടങ്ങി അതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനം കൂടി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ജോൺ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അവർ എന്താ ചെയ്യുക? അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം ഒരു ദിവസം അവർക്ക് കഴിഞ്ഞുകൂടി പോവാം. നേരത്തെ അവർ ഓടിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ 1500 മുതൽ 2000 രൂപ വരെ അവർക്ക് പ്രതിദിനം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് മുതലാളിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ബസ് ഓണറുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ 5000 രൂപ പോലും തികയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ബസ് ജീവനക്കാരുടേത്. അപ്പോൾ ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് അങ്ങനെ ഒരു ഉപജീവനം കണ്ടെത്തുകയാണ്. ഒരു കവർ അച്ചപ്പം വിറ്റാൽ അതിൽ നിന്നുള്ളൊരു വരുമാനം കൂടി അവർ എടുക്കുക എന്നുള്ളതാണ് കാര്യം. ജോൺ സാറ് പറഞ്ഞില്ലേ, ടിക്കറ്റ് ഇതര വരുമാനം, ടിക്കറ്റ് കൊടുക്കുന്നത് കൂടാതെ എന്തെങ്കിലും കച്ചവടം ചെയ്യുക ബസ്സിനുള്ളിൽ. നമുക്കറിയാം, പ്രൈവറ്റ് ബസ്സുകളിൽ പലപ്പോഴും പേന കച്ചവടം ചെയ്യാനായി ആൾക്കാർ വരും. എന്തുകൊണ്ട് എന്ന് പറയുന്നത്, പുസ്തകം കച്ചവടം, ചെറിയ അത് എഞ്ചുവടി, അങ്ങനെയുള്ള കുറേ അധികം സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറിപ്പോയി, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ അതേപോലെ ഇന്ന് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്ക് ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിപണനം ചെയ്യേണ്ട ഗതികേടായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ സംസ്ഥാന സർക്കാർ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി പദ്ധതിയിലൂടെ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും, നമുക്കറിയാം യാത്രക്കാരിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് ബസ്സിൽ, അവരെല്ലാവരും കൂടി ഇതിലേക്ക് കയറിപ്പോവുകയാണ്. നമ്മൾ ഓരോ സ്വകാര്യ ബസ്സുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളുക. ഒരു സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ അവർക്ക് ആകെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്ററാണ് പരമാവധി ലഭിക്കുക. എന്നാൽ ചില കയറ്റിറക്കങ്ങളും ആൾക്കാരുടെ ലോഡും എല്ലാം കൂടെ കണക്കാക്കി നോക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ചില 3 കിലോമീറ്ററൊക്കെ അവർക്ക് മൈലേജ് കിട്ടുകയുള്ളൂ. അതായത് അവർ 100 രൂപയ്ക്ക് മേൽ 102, 104 രൂപയോളം അവർക്ക് ചിലവാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മൈലേജിൻ്റെ കാര്യമാണ് പറയുന്നത് 3 കിലോമീറ്റർ. അപ്പം ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ സ്വകാര്യ ബസ് മേഖല തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇതൊക്കെ കണ്ടിട്ട് കൈയടിച്ചു. കാര്യം VD സതീശിന് വേണ്ടി കൈയടിച്ചല്ലോ. ആ കൈയടി ഇന്ന് അവർ VD സതീശിൻ്റെ തലയോ അല്ലെങ്കിൽ ജോൺ സാറിൻ്റെ തലയോ ഇടയ്ക്ക് കിട്ടിയാൽ അടി കൊടുക്കാമെന്നുള്ള നിലയിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇവിടെ KSRTCക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സൗജന്യമായി കൊടുക്കേണ്ടവർക്ക് സൗജന്യം കൊടുത്തുകൊണ്ടായിരുന്നു KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി തൻ്റെ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തത്. ആ സമയത്ത് പോലും ഈ പറയുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഗണേഷ് കുമാർ പടിയിറങ്ങുന്നത്. പക്ഷേ ഇതൊരു കൊലച്ചതിയായിപ്പോയി.
ഇപ്പം നമുക്കറിയാം, ഞാൻ പറക്കന്തളിക എന്ന് പറയുന്ന സിനിമയിൽ വളരെ തമാശയാണെന്നുണ്ടെങ്കിലും ആ ബസ് കൊണ്ടൊരു ഗുണവും അവർക്ക്. അതിനുള്ളിൽ അവർ ചെയ്യുന്നത് എന്താ, രാത്രികാലങ്ങളിൽ സിനിമാ തിയേറ്റർ പോലെ പ്രവർത്തിപ്പിക്കുക, ആ നല്ല സിനിമകളല്ലാത്ത സിനിമകൾ അതിനകത്ത് പ്രദർശിപ്പിക്കുക, അങ്ങനെ ആൾക്കാരെ കൂട്ടുക. അത് കളക്ഷന് വേണ്ടിയിട്ട്, പണം ലഭിക്കാൻ വേണ്ടിയിട്ട് അതൊരു മാർഗമാണ്. പിന്നെ ഈ പറയുന്ന ചെറിയ ചുറ്റിക്കളികളുമായി വരുന്ന ആളുകളെല്ലാം പൈസ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി ആ ബസ്സിനെ ഹരിശ്രേയ ശോഭൻ്റെ കഥാപാത്രം മാറ്റുന്നുണ്ട്, സുന്ദരൻ. അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ഈ പറയുന്ന അയാൾ വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് അതൊരു കല്യാണ ബസ്സായിട്ട് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അതിന് വരെ ആ വാഹനം എടുത്തുകൊണ്ട് പോവുക, കാശില്ല. ഈ അവസ്ഥയിലേക്കാണ് നമ്മുടെ സ്വകാര്യ ബസ് ഉടമകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലരും ഈ വരവേൽപ്പിലെ നായകൻ്റെ കഥ പറയുന്ന പോലെയാണ്. പലരും ഉള്ളതൊക്കെ കൊടുത്തിട്ടാണ് ഒരു ബസ് വാങ്ങി അത് ഓടിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ ഇടുത്തി പോലെ ഇവരുടെ മുന്നിലേക്ക് ഈ ഒരു കടമ്പ വന്ന് വീഴുന്നത്. ശരാശരി ഒരു ബസ് ഒറ്റ ദിവസം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ 7,000 രൂപ മുതൽ 9,000 രൂപ വരെയാണ് ഒരു ബസ് ഉടമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ചെലവ് വരുന്നത്. ആ ചെലവിൽ ഡീസൽ ചാർജ് ഒരു 5,000 രൂപയോളം ഡീസൽ ചാർജ് വരും. ശരാശരി 20 കിലോമീറ്ററോ 200 കിലോമീറ്റർ ഓടുന്നൊരു വാഹനത്തിന്, ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ പറയുന്ന 9,000 രൂപ, പിന്നീട് ഇവർക്കുള്ള ശമ്പളം, അത് ഈ 1,500 മുതൽ 2,000 രൂപ വരെ ജീവനക്കാർക്ക് ശമ്പളം വരും. ഈ ശമ്പളവും ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ദിവസം ഒരു ബസ് ഉടമയിടയ്ക്ക് ചെലവാകുന്ന തുകയാണ് ഏകദേശം 7,000 മുതൽ 9,000 രൂപ വരെ ചെലവാകും. അപ്പോൾ ഇവർക്ക് വേണ്ട എത്രയാണ്? എന്തെങ്കിലും ലാഭം വേണ്ടേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം ഈ തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അതോടൊപ്പം ഈ ബസ്സിൻ്റെ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ ഡീസൽ ചെലവ് മാത്രം പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് പൈസ അടയ്ക്കണം തൊഴിലാളികൾക്ക്. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി ചെലവുകളുമൊക്കെ ആയിട്ട് ഒരു വർഷം ഇവർക്ക് ഈ ബസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 25 ലക്ഷത്തിലധികം രൂപ ചിലവാകും. ഒരു ആവറേജ് കണക്കാണ് ഒരു വർഷം. ഇനി ഇത് കൂടാതെ വരുന്നുണ്ട്, ഒരു പ്രതിവർഷം ഇൻഷുറൻസ് അടയ്ക്കണം. അതിപ്പോൾ തേർഡ് പാർട്ടി അടയ്ക്കാം. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അടയ്ക്കുകയാണെങ്കിൽ തന്നെയും അതിന് കൊടുക്കേണ്ടി വരും ഏകദേശം 9,500, ഏകദേശം 49,000 രൂപ മുതൽ, അല്ലെങ്കിൽ 49,000 പ്ലസ് GST വരെ അതിനകത്ത് അവർ അടയ്ക്കേണ്ടി വരും. അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസിനാണെങ്കിൽ പോലും ബസ്സിന് വേണ്ടി വരുന്നത്. ഇനി ത്രൈമാസ നികുതിയിൽ ഇപ്പോൾ മാറ്റം, അത് വലിയ തുകയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. 50% കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. 475 രൂപ വരെ അടച്ചാൽ മതി, മറ്റേ 950 രൂപയായിരുന്നു. അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഡീസലിൻ്റെ ചാർജ് വർദ്ധിച്ചുകൊണ്ട് അവിടെ ഡീസൽ ചാർജ് വർദ്ധിച്ചതിന് അവർക്ക് 50% നികുതി ഇളവ് കൊടുത്തപ്പോൾ അവർക്ക് 475 രൂപയുടെ കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ബാക്കി കുത്തനെയുള്ള ചിലവുകളൊക്കെ അവിടെ കിടക്കുകയാണെന്നേ. ഇത് മാത്രമാണോ? ഒരു ബസ്സിന് ഒരു ടയർ മാറുന്നതിന് 15,000 രൂപ വരെ ചിലവ് വരും. ഒരു ടയറിന്. ഒരു ബസ്സിന് 6 ടയറുകളുണ്ട്, പോട്ടെ 4 എണ്ണം മാറുക എന്ന് വെച്ചോളൂ, എത്രയായി? അതും ഈ പറയുന്ന പോലെ അത്രയും തുക അവിടെ ചിലവേണ്ട 10,000-60,000 രൂപയോളം അതും ചിലവ് വരുന്നുണ്ട്. ഇതുകൂടാതെ പ്രതിവർഷം വേണ്ടി വരുന്ന ചിലവാണ് ഇൻഷുറൻസിൻ്റെ ഏകദേശം മിക്കവാറും എല്ലാവരും കോംപ്രിഹെൻസീവ് എടുക്കും. തട്ടോ മുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഈ ഇൻഷുറൻസിനകത്ത് ക്ലെയിം ചെയ്ത് പോകുന്ന തരത്തിലായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. കാരണം അതിനും കൂടി മുതലാളി കാശിറക്കിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയും തുക വീണ്ടും കണ്ടെത്തേണ്ടി വരുന്നു വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട്. അത് ലീഫ് ലൈറ്റുകൾ ഒടിയുക, അങ്ങനെ ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ച് ടയറുകൾ മാറുക, പിന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച്, എല്ലാ 10,000 കിലോമീറ്ററിലും ബസ് സർവീസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, അങ്ങനെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം, ബസ്സുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് വർക്ക് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന 25 ലക്ഷം രൂപ എന്ന് പറയുന്ന അവരുടെ ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന തുക കൂടാതെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്, ഈ തുകയെല്ലാം കൂടെ വരുന്നത്. അപ്പം ഏകദേശം 1-2 ലക്ഷം രൂപ, ഏകദേശം ഒരു 10-27-30 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഈ മെയിൻ്റനൻസും എല്ലാം കൂടിയിട്ട് ഒരു സ്വകാര്യ ബസ് ഉടമയ്ക്ക് ഒരു പ്രതിവർഷം കയ്യിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ മുടക്കേണ്ടി വരും. ഇൻഷുറൻസ്, ടാക്സ്, ഫിറ്റ്നസ്. ഇനി ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടത് 50,000 രൂപ ഫിറ്റ്നസിന് മാത്രമാകും പ്രതിവർഷം ബസ് കൊണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് അത് 3 വർഷം മറ്റോ ആണെന്ന് തോന്നുന്നു, അവർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു സ്വകാര്യ ബസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതായത് ഒരു വർഷം ഒരു ബസ് നടത്തിക്കൊണ്ട് പോകാൻ ഒരു 10-30 ലക്ഷം രൂപയോളം ഒരു സ്വകാര്യ ബസ് ഉടമയുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. ചിലവ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എത്ര രൂപ കിട്ടിയാലായിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ഒരു വർഷം ആ ബസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ, നഷ്ടമില്ലാത്ത തരത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാവുക?
അതായത് ശരാശരി ഒരു 10,000-15,000 രൂപ കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ ഒരു സ്വകാര്യ ബസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോക്ക് നടക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഈ പ്രിയദർശിനി എന്ന് പറയുന്ന നമുക്കറിയാം 2020 കോവിഡ് വന്നതോടുകൂടി വലിയ ലോക്ക്ഡൗൺ ഉണ്ടായി. ആ ലോക്ക്ഡൗണിനെ തുടർന്ന് ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം കയറ്റിയിടേണ്ടി വന്നു. ബസ്സുകൾക്ക് കയറ്റിയിടുമ്പോൾ ഉണ്ടാകാവുന്ന ഈ മെക്കാനിക്കൽ തകരാറുകൾ, ബോഡി പാർട്ടുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ എന്നുവേണ്ട അങ്ങനെയുള്ള സകലമാന കേടുപാടുകളും മാറ്റിയിട്ടാണ് ഈ ലോക്ക്ഡൗണിൻ്റെ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ സ്വകാര്യ ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ അവർക്കുണ്ടായ ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൗണിൽ അവർക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. ഈ ജീവനക്കാരെങ്ങനെ മുന്നോട്ട് പോകുന്നേ? ഇവർക്ക് മുതലാളിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ കുറച്ച് പൈസ വേണ്ടേ? അപ്പോൾ അതും കഴിച്ചിട്ട് വേണ്ടേ, മുതലാളിയുടെ നഷ്ടവും ഡീസലും എല്ലാം കൂടെ കഴിച്ചിട്ട് വേണ്ടേ ഇവർക്ക് പൈസ വേണ്ടത്? അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉള്ളത്? അപ്പോഴാണ് ഈ പറയുന്ന ടിക്കറ്റ് ഇതിലെ വരുമാനം. ഇപ്പോൾ 200 കിലോമീറ്റർ പോട്ടെ, ഇപ്പം നമുക്കറിയാം മലബാർ മേഖലയിലാണ് ലോങ് റൂട്ടിലേക്ക് ബസ്സുകൾ ഇടുന്നത്. കൊറിയർ സർവീസുകൾ ആരംഭിക്കുക. ഈ കൊറിയർ സർവീസ് ആരംഭിക്കുമ്പോഴും സർക്കാരിൻ്റെ അനുമതി വേണ്ടി വരും. അല്ലാതെ തോന്നിയ പോലെ നമുക്ക് കൊറിയർ സർവീസ് നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഇതിൻ്റെ അനുമതി വേണ്ടി വരും. ഇനി അതല്ല, റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കുക, ഇപ്പോൾ പറയുന്ന പോലെ ബസ്സിനകത്ത് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കുക, അതിനും പറയുന്നില്ല FCA അടക്കമുള്ള ഇതിൻ്റെ ഫുഡ് സേഫ്റ്റിയുടെ അടക്കമുള്ള പെർമിഷൻ ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവരെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും? അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മൊബൈൽ ബാർ ആക്കാനോ മൊബൈൽ ഹോട്ടലാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യുമ്പോൾ വീണ്ടും ബസ്സിനകത്ത് ആൾട്രേഷൻ വേണ്ടി വരും. അപ്പോൾ ഉടനെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് MVD വന്ന് പിടിക്കും, ഫൈൻ ഈടാക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പൈസയ്ക്ക് ഇത് തലേന്ന് ഒഴിവാക്കുക. എന്നാൽ ആ വിവരം അറിയാവുന്ന ആരെങ്കിലും ഇന്ന് സ്വകാര്യ ബസ് ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? അതുമില്ല. അപ്പം അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ അത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ആരാണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നതാണ്, സ്ത്രീ സുരക്ഷ എന്നുള്ള പേരിൽ. പക്ഷേ ഇത് വലിയ ഫ്ലോപ്പായി പോയി എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടി, അവർക്ക് 600 കോടി രൂപ മുടക്കിക്കൊണ്ട് അവർക്ക് സുരക്ഷ കൊടുത്തു. പക്ഷേ 32,000 കോടിയുടെ വലിയൊരു മെഗാ പ്രോജക്റ്റ് കട്ട് ചെയ്തിട്ടാണ്. ഒരു 32,000 കോടി രൂപ വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് 1000 രൂപ മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി, അത് കട്ട് ചെയ്തിട്ടാണ് 600 കോടി രൂപ. അപ്പോൾ ലാഭിച്ചില്ലേ? ഏകദേശം 10-26,000 കോടി 2,600 കോടി രൂപയോളം 2,600 അല്ല, അതിന് മേളിൽ കോടി രൂപയോളം ഇവിടെ ലാഭിച്ചില്ലേ? അപ്പോൾ അങ്ങനെ ചില ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഒരു മേഖലയുടെ നട്ടലൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ട്രാപ്പായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടിയ ബസ് ഒന്നുകിൽ പൊളിച്ചടുക്കി കൊടുക്കുക. അപ്പോഴും തൊഴിലാളികൾ ആലോചിച്ച് നോക്കൂ, എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലാളികളിലെ ഓരോ നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ കുടുംബങ്ങൾ എന്ത് ചെയ്യും? അപ്പം തുടർന്ന് ഇവർക്ക് പറഞ്ഞ പോലെ ബസ്സിനുള്ളിൽ അച്ചപ്പ കച്ചവടമോ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ പറയുന്ന അച്ചാറ് കച്ചവടമോ ഒക്കെ നടത്തി ഇവർക്ക് ബാക്കിയുള്ള തുക കണ്ടെത്തി മുതലാളിയെ ഏൽപ്പിക്കേണ്ട ഗതികേടിലാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ സ്വകാര്യ ബസ് മേഖലയിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തികരമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.